നമസ്കാരം. യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഭദ്ര വീട്ടുകാരുടെ ശ്രമം പൊളിച്ചത് 4 വയസ്സുകാരിയായ മകൾ വരച്ച ചിത്രം. ഉത്തർപ്രദേശിലെ ചാട്സിയിലെ കൊട്വാലി പ്രദേശത്തിന് കീഴിലുള്ള പഞ്ചവടി ശിവ് പരിവാർ കോളനിയിൽ തിങ്കളാഴ്ചയാണ് സോണാലി ബുദോലിയ എന്ന സ്ത്രീ മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വർഷങ്ങളോളം തുടർന്ന പീഡനത്തിന് ശേഷം ഭർത്താവ് സന്ദീപ് ബുദോലിയ തന്നെയാണ് സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്ന സംശയം ഉയർത്തിയത് മകളുടെ മൊഴിയും വരച്ച ചിത്രവുമാണ്. സൊണാലി ആത്മഹത്യ ചെയ്തതായാണ് ഭദ്ര വീട്ടുകാർ അവരുടെ കുടുംബത്തോട് പറഞ്ഞത്. എന്നാൽ മകൾ ദർശിത വരച്ച ഒരു ചിത്രവും മൊഴിയും സൂചിപ്പിക്കുന്നത് ഭർത്താവാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം കെട്ടിത്തൂക്കിയതെന്നുമാണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ് സന്ദീപ് ബുദോലിയ. അച്ഛൻ അമ്മയെ കൊന്നു, മൃതദേഹം കെട്ടിത്തൂക്കി എന്ന വിധത്തിലാണ് 4 വയസ്സുകാരി വരച്ച ചിത്രം. അച്ഛൻ അമ്മയെ ആക്രമിച്ചു കൊന്നതാണ്. തലയിൽ ഒരു കല്ല് കൊണ്ട് അടിച്ച ശേഷം ശരീരം കെട്ടിത്തൂക്കി. പിന്നീട് മൃതദേഹം താഴെയിറക്കി ഒരു ചാക്കിലാക്കി ഉപേക്ഷിച്ചു. ആക്രമണത്തിന്റെ ചിത്രം വരച്ച് കാണിച്ചുകൊണ്ട് മകൾ ദർശിത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അച്ഛൻ തന്റെ അമ്മയെ കൊല്ലുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. എന്റെ അമ്മയെ തൊട്ടാൽ നിങ്ങളുടെ കൈ ഒടിക്കുമെന്ന് ഞാൻ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞിരുന്നു. അവൾ മരിക്കണമെന്നും അമ്മയുടെ അതേ വിധി എനിക്കും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞ് അയാൾ അടിക്കാറുണ്ടായിരുന്നു എന്ന് കുട്ടി പറഞ്ഞു. മകളും സന്ദീപും 2019 വിവാഹിതരായെന്നും അതിനുശേഷം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മധ്യപ്രദേശിൽ താമസിക്കുന്ന സൊണാലിയുടെ പിതാവ് സഞ്ജയ് ത്രിപാഠി പറഞ്ഞു. വിവാഹ ദിവസം ഞാൻ അവർക്ക് സ്ത്രീധനമായി 20 ലക്ഷം രൂപ നൽകി. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം സന്ദീപും കുടുംബവും പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അവർക്കൊരു കാർ വേണമെന്ന് പറഞ്ഞു. പക്ഷെ കാർ വാങ്ങുക എന്നത് എനിക്ക് കഴിയുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. തുടർന്ന് അയാളും കുടുംബവും എന്റെ മകളെ ആക്രമിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ ഇതിനെതിരെ പോലീസിനെ സമീപിച്ചു. ഞങ്ങൾ ഒത്തുതീർപ്പിലെത്തിയാണ് പിരിഞ്ഞത് എന്ന് പിതാവ് പറയുന്നു. എന്നാൽ സൊണാലി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായെന്നും പിതാവ് ആരോപിക്കുന്നു. സന്ദീപിന് ഒരു ആൺകുട്ടിയെ വേണമായിരുന്നു. പ്രസവശേഷം അദ്ദേഹവും കുടുംബവും എന്റെ മകളെ ആശുപത്രിയിൽ തനിച്ചാക്കി. ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1 മാസത്തിന് ശേഷമാണ് സന്ദീപ് സൊണാലിയെയും ദർശിതയും കൊണ്ടുപോകാൻ വന്നത് എന്ന് പിതാവ് പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും കൊട്വാലി സിറ്റി പോലീസ് ഓഫീസർ രാംവീർ സിംഗ് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.